നമുക്കിനി പ്രോൺസ് ബിരിയാണീൻ്റെ മസാല തയ്യാറാക്കാൻ ഒരു 6-7 ഉള്ളി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രോൺസ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പ്രോൺസിനെ നമ്മൾ ഫസ്റ്റ് ഒന്ന് സിമ്പിൾ മാരിനേഷനാണ്. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, നിങ്ങൾ നോർമൽ മസാലാസ് യൂസ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വെളുത്തുള്ളി നന്നായിട്ട് കഴുകാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ തൊലി കളയുന്ന എല്ലാവരും നമ്മുടെ ഹോം വർക്കേഴ്സ് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നൊരു ഇതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വാട്ടറിൽ നമ്മൾ ഈ ഇതിനെ സോക്ക് ചെയ്ത് വെക്കാം. ഒരു 5-10 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പെട്ടെന്ന് നൈസായിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി പീൽ ചെയ്ത് കളയാൻ വേണ്ടി പറ്റും കേട്ടോ. ഹാൻഡ്ഫുൾ ഓഫ് ഇഞ്ചി നമുക്ക് പീൽ ചെയ്തിട്ട് ചതച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ്, ഒരു 2 തക്കാളി, പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക്. നമ്മളിവിടെ 4 എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. ഇത് റൗണ്ട് പ്രോൺസ് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് പിക്കിളും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോൺസാണ് ഇപ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നീ സാധനങ്ങൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് ഇടാം. നമ്മൾ 2 പാർട്ടീഷൻ പോലെ ഇട്ടിട്ടുണ്ട്. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ശൃംഗാന്നത് വരെ ഒന്നെടുക്കാം, ചതച്ചെടുക്കാം. മസാലാസാണ് ഇതിന് വേണ്ടത്. ഇത് ഗരം മസാലയാണ്. ഗരം മസാല ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതിനേക്കാളും കുറച്ചും കൂടി കളർ ഡിഫറൻസ് ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ വീട്ടിൽ വാങ്ങിയിട്ട് പൊടിപ്പിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഈ ഗരം മസാല ഉണ്ടാക്കിയത് നമ്മുടെ ഈ കിറ്റ് ഉണ്ടല്ലോ, ബിരിയാണി കിറ്റ്, ഇങ്ങനത്തെ കുറച്ച് ലൂസായിട്ട് വാങ്ങിച്ചിട്ട് അത് വറുത്ത് ഉണക്കി പൊടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആക്കുന്ന ഗരം മസാലയാണിത്. ഇത് കാശ്മീരി ചില്ലി പൗഡർ, സോൾട്ടാണ്. ഇതെല്ലാം നോർമൽ നമ്മൾ വാങ്ങിക്കുന്നതാണ്. പിന്നെ ഇത് കുരുമുളകിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ടാപ്പ് ചെയ്തെടുത്തതാണ്. ഇത് കൊറിയാണ്ടർ പൗഡർ, ഇത് മല്ലിയും ഉണക്കി പൊടിച്ചതാണ്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി. സാധാരണ മഞ്ഞളിനേക്കാളും ലൈക്ക് കളർ നമുക്ക് കുറച്ച് ഡീപ്പനായിട്ടാണ് ഇതിൽ കാണുന്നത്. ഇതൊക്കെ വീട്ടിൽ നിന്നാക്കിയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള മസാല എടുക്കാം. ഇതൊക്കെയാണ് വേണ്ടത്. ബിരിയാണിക്ക് വേണ്ട പ്രോൺസ് നമ്മൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഭയങ്കര ഡീപ്പ് ഫ്രൈ അല്ല ഇത്. ഇതൊരു മോഡറേറ്റ് ആയിട്ട് നമുക്കൊരു കുക്കായെന്ന് തോന്നില്ലേ, ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് വറുത്ത് പോയി മാറ്റിയെടുക്കാം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബിരിയാണിയിലെ മസാല കുറച്ചുകൂടി സ്റ്റിഫായി പോകും. നമ്മളിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കോരിയെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടും കേട്ടോ. നമ്മൾ ഓൾറെഡി പ്രോൺസ് ഡീപ്പ് ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തത് ഇതിപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കില്ലേ ഇത് പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വഴറ്റിയാൽ മതി. പിന്നെ നമ്മൾ ഈ പ്രോൺസ് വേവിച്ച അല്ലെങ്കിൽ പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെ നമ്മൾ സവാള വഴറ്റുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അതിൽ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ആ പ്രോൺസിൻ്റെ ഒരു ടെക്സ്ചറും ടേസ്റ്റൊക്കെ ഇതിനകത്ത് നല്ലോണം അബ്സോർബ് ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രേവിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. റൈസ് നമ്മൾ നേരത്തെ റൈസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാക്കാൻ ജസ്റ്റ് വലിയ പണിയൊന്നുമില്ല. കുറച്ച് ഉള്ളി മുറിച്ചിട്ടിടാം. അതേപോലെ തന്നെ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഇല കാര്യങ്ങളെല്ലാം ഇടാം. അതിന് ശേഷം ഇതൊക്കെ നെയ്യിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം എടുക്കേണ്ടത് വെച്ചാൽ 1 കപ്പിന് 1.5 ഗ്ലാസ്, 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു വിസിലായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് സെറ്റാവും. ആ സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആക്കാം. ഇവിടെ നമ്മുടെ ഉള്ളി വഴഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഈ ഒരു ഇതിൽ കുക്ക് ചെയ്യണം. ഇതുപോലെ ഫ്രൈ ചെയ്ത് ഓയിലിൽ കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ മസാല എടുക്കുന്ന സമയത്ത് 1 സ്പൂൺ പകരം ഒരു 1.5 ടീസ്പൂൺ വെച്ചിട്ട് എടുക്കണം കേട്ടോ. വെന്ത ചോറ് പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചൂട് പോവാത്ത ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 1 കിലോ ഉണ്ടായ ചെമ്മീൻ ഞാൻ തിന്നിട്ട് 1/2 കിലോ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് കുക്കിങ്ങിൻ്റെ ഇടയിൽ ഓരോന്നെടുത്ത് തിന്നലാണ് വന്നത്. ഇങ്ങനെയാണെങ്കിൽ ബിരിയാണി ആക്കാൻ ഉണ്ടാവുന്നൊരു കൺഫ്യൂഷൻ. നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം മുറിച്ച് വെച്ച കുറച്ച് തക്കാളി, 2 തക്കാളി കേട്ടോ. പിന്നെ ചതച്ച് വെച്ച നമ്മുടെ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്യണം. നന്നായിട്ട് ഒരു പച്ചമണം മാറുന്ന വരെ, ഇതൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ. നമ്മളിപ്പം സ്ലാങ് ഇഷ്യൂ ഉണ്ടാവുമായിരിക്കും ചില ആൾക്കാർക്ക്. അപ്പം നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് വരുന്നത് വരെ മിക്സ് ചെയ്യാം കേട്ടോ. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. താഴ്ന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. എന്നെപ്പോലെ ഈ തക്കാളി അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന്
അരച്ചിട്ട് ചേർക്കാം. അതാകുമ്പോൾ അതിൻ്റെ ഒന്നും കിട്ടില്ല. ഇതിപ്പോൾ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയും എസൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഒരു പ്രശ്നമില്ല. അത്യാവശ്യം വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഓരോരോ മസാലാസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പൗഡർ, ഗരം മസാല, കൊറിയാണ്ടറും മല്ലിയാണ്. പിന്നെ കാരണം നമ്മൾ ഓഡിയൻസ് വരുന്നത് എല്ലാവരും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് അവർക്കും കൂടി എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ടേസ്റ്റി റെസിപ്പിയാണ്. ഞാനത് കുറേ തവണ കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത്. ആ ടൈമിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലേ, അതുകൊണ്ടാണ്. നല്ല ടേസ്റ്റ്. വലിയ വലിയ ആൾക്കാർ വെച്ചാലേ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കുക്ക് ചെയ്യാത്തതും അതുകൊണ്ടാണ്. ഉപ്പ് ചേർക്കുമ്പോണ്ടല്ലോ നിങ്ങൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണം. കാരണം ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ് കേട്ടോ. ഫുള്ള് ആ ഡീപ് ഫ്രൈ ചെയ്ത കംപ്ലീറ്റ് ഓയിൽ എടുക്കരുത്. നമ്മളിത് കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഓയിൽ മാത്രം എടുത്തിട്ട് ബാക്കി മൊത്തം ഒന്ന് മാറ്റി വെക്കാം. കാരണം അത് അച്ചാറൊക്കെ ഇടുമ്പം അതിന് വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടറിയാം നല്ല മസാല ഗ്രേവി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ഇതായി വരുമ്പോഴത്തേനും നമുക്കിതിലോട്ട് നമ്മുടെ പ്രോൺസ് ആഡ് ചെയ്യണം കേട്ടോ. പ്രോൺസ് നോക്കാം. പ്രോൺസ് ഇപ്പോൾ പകുതിയായി വാങ്ങിയതിൽ നിന്നും പകുതിയായി തിന്നിട്ട്. അല്ല കണ്ടോ, നമ്മളൊരു ഹാഫ് ഫ്രൈ ചെയ്ത പ്രോൺസ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവറായിട്ട് നിങ്ങൾ ഓവർ കുക്ക് ചെയ്യരുത്. പ്രോൺസ് ഏകദേശം കുക്കായതിന് ശേഷമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് നമ്മൾ ഈ പ്രോൺസ് നേരത്തിന് മുന്നേ ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഓൾറെഡി ജ്യൂസി ടെക്സ്ചറിലാണ് ഇതിനെ കോരിയെടുത്തത്. അപ്പം ഇനി നമ്മൾ ഓവർ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ജ്യൂസിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കുറച്ച് സമയം മാത്രം ഉള്ള സമയത്ത് നമുക്ക് പ്രോൺസ് ആഡ് ചെയ്യാം. അതായത് എല്ലാം മസാലയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം പ്രോൺസ് ആഡ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് ഓർ 1.5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഇതെന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചതിൽ വെള്ളം കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമാണ് നമ്മളിത് മിക്സായിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പം റൈസ് ഈ സമയത്താണ് അത് സൈമിൾട്ടേനിയസ് ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ കുറച്ച് മസാലയുടെ ഗ്രേവി നമ്മുടെ റൈസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് റൈസിന് മസാലേൻ്റെ ടെക്സ്ചർ കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായി. ഇത് നമ്മൾ കുറേ പ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പകുതി നമ്മുടെ അച്ചാറാക്കാൻ പിക്കിളാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വന്നിട്ടുള്ള ഒരു 20 എണ്ണത്തിൻ്റെ തല 20-30 എണ്ണത്തിൻ്റെ തല ഞാൻ ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു. ബാക്കി മൊത്തം കളഞ്ഞിട്ടുണ്ട്. കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത്. നമ്മളെല്ലാവരും പൊതുവെ ഈ പ്രോൺസിൻ്റെ ഹെഡ് കളയാണ് ചെയ്യാറ്. നമ്മളും കളയാണ് ചെയ്യുക. പക്ഷെ അതിലിങ്ങനെ കുറച്ചെണ്ണം എടുത്തിട്ട് നമ്മൾ ഈ ഡീപ് ഫ്രൈ ചെയ്യുന്ന പ്രോൺസിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ടെക്സ്ചറിലുള്ള ഒരു പ്രോൺസിൻ്റെ ഒരു ടൈപ്പ് ഓഫ് നല്ല ഫ്ലേവറും പിടിച്ചിട്ടുള്ള നല്ല ടേസ്റ്റുള്ള സാധനം കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ഇറ്റ് ഔട്ട്. നമ്മളും മിക്ക സമയത്തും കളയലായിരുന്നു. പക്ഷെ ഇപ്പം ചില സമയത്ത് എനിക്ക് ഭയങ്കര ടേസ്റ്റാണിത്. നമ്മളെ പ്രോൺസിനേക്കാളും ഇതിനൊരു ഷെല്ലും കൂടി ഉള്ളത് കാരണം നല്ല ക്രിസ്പി ടെക്സ്ചർ കിട്ടും. പിന്നെ പ്രോൺസ് വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ ഏകദേശം എല്ലാവർക്കും പ്രോൺസ് ക്ലീൻ ചെയ്യാനൊക്കെ അറിയാം. നമ്മൾ ആൻറ്റീനൽ ആ ഒരു സൈഡിലുള്ള അതിലൊരു പച്ച കളറിലുള്ള എക്സ്ക്രീറ്റ് പുറത്ത് കളയണം. പിന്നെ അതിൻ്റെ ഷെല്ല് കളയണം. ഇങ്ങനെയാണ് പ്രോൺസ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. നമ്മുടെ ഗ്രേവി ഇതാ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ലാസ്റ്റ് ഒന്ന് ഇതാകുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു 1 to 1.5 അല്ലെങ്കിൽ 2 മിനിറ്റ്സ് കുക്ക് ചെയ്യാവൂ. കാരണം നമ്മൾ ഈ ജ്യൂസി ടെക്സ്ചർ മാറ്റരുത്. ഇതിലോട്ട് കറി ലീവ്സും അതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു എന്താ നമ്മൾ ഇതുണ്ട് വിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിനെടുത്തിട്ട് ഒരു പാത്രത്തിൽ കോരി വെക്കണം. നമ്മളിപ്പോൾ ഇത് ദമ്മിടുന്നില്ല. വൈകുന്നേരം കാരണം നമ്മളിത് വൈകുന്നേരമാണ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ദമ്മിടാത്തത്. കാരണം വൈകുന്നേരം ആകുമ്പം ഇങ്ങനെ നമ്മൾ ദമ്മിട്ട് വെച്ചാൽ അധികം നേരം ദമ്മിട്ടത് നിൽക്കത്തില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഗ്രേവി അടച്ചു വെക്കാം. പിന്നെ അമ്മ വറുത്തിടാൻ വെച്ച കാഷ്യൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യിൻ്റെ അകത്ത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂ പിന്നെ കുറച്ച് റൈസിൻസ് ഒക്കെ വന്നിട്ടിട്ട് നമ്മുടെ ചോറിലേക്ക് എടുത്തു വെക്കാം കേട്ടോ.
അപ്പം അതിന് ശേഷം നമ്മൾ കുറച്ച് സവാളയും കൂടി പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുകയാണോ പറയാൻ അറിയില്ല, ജസ്റ്റ് ഒരു ബ്രൗൺ ടെക്സ്ചർ ആകുമ്പോൾ അതും കൂടി കോരി മാറ്റി വെച്ചാൽ നമുക്കത് റൈസ് ദം ചെയ്യുന്ന സമയത്ത്, ദമ്മിങ് എങ്ങനെയാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ഫസ്റ്റ് കുറച്ച് റൈസ് വെക്കുക, അതിൻ്റെ മേലെ മസാല, കുറച്ച് കറി ലീവ്സ് അല്ല, മല്ലിയിലയാണ് കേട്ടോ, മല്ലിയില, പുതിന, പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചൊനിയൻ, പിന്നെ കുറച്ച് കാഷ്യൂ, അതൊക്കെ ഇട്ടിട്ട് ലെയറായിട്ട് നമ്മൾ ദമ്മിന് വെക്കുക ചെയ്യാം. അതിന് ശേഷം ഒരു ടിപ്പ് പറഞ്ഞുതരാം, ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട അരിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒന്ന് pour ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറായിട്ടുള്ള ബിരിയാണി കിട്ടും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റെസിപ്പി. സോ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. ഇനി അടുത്ത വേണ്ട റെസിപ്പി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുവരെയും സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, അതുവരെയും ബൈ.